ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് ഒരു അതിശയകരമായ കാഴ്ചയാണ് കേട്ടോ. ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസും ഫോട്ടോസും കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ. എന്താണെന്നല്ലേ, തടിയിൽ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളും അതുപോലെ അത് നിർമ്മിച്ച അനിൽകുമാർ അങ്കിളിനെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഏകദേശം 40-45 വർഷത്തോളമായി കേട്ടോ ഇദ്ദേഹം ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുപോലെ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടുണ്ട്. ജടായു, ശ്രീകൃഷ്ണൻ, സരസ്വതി ദേവി, ഗണപതി, അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നിർമ്മിച്ച 2 വിഗ്രഹങ്ങൾ നമ്മുടെ മോഹൻലാൽ സാറാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് അത് കേട്ടപ്പോൾ. ഇതാണ് കേട്ടോ ഇദ്ദേഹം കൊത്തുപണി ചെയ്ത വിഗ്രഹം. ഇതൊക്കെ ഇദ്ദേഹം നേരത്തെ നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ടൂൾസിന്റെ പേരുകളൊന്ന് പരിചയപ്പെടുത്തോ? ഇത് വട്ടാത്തല എന്ന് പറയും, വട്ടാത്തലൊളി എന്ന് പറയും. ഇത് കണപ്പാത്തലൊളി എന്ന് പറയും. ഇത് ചുപ്പളി എന്ന് പറയും. പിന്നെ ഇത് കോണരം എന്ന് പറയും. ഇത് പടിയല്ല. ചെറുത് പല പിന്നെ വേറൊരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഒരു നല്ലൊരു പാട്ടുകാരനാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന് പാടാനായിട്ട് പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ ഇദ്ദേഹത്തിന്റെ പാട്ടും ഉണ്ടായിരിക്കും. അതുപോലെ അന്ന് നിർമ്മിക്കുന്ന വിഗ്രഹത്തിന്റെ വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും. തീർച്ചയായും അതും കാണുക. ഇതിനു മുന്നേ തേക്കിൻ തടിയിലും ചന്ദനത്തടിയിലും വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. ഇപ്പോൾ ചന്ദനത്തടി നിരോധിച്ച ശേഷം അതിൽ വിഗ്രഹം ഉണ്ടാക്കുന്നില്ല. തേക്കിന്റെ തടിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടാക്കി വിട്ടിട്ടേ ഉള്ളൂ. ഇത് അറിയില്ല, ഈ ജോയിന്റ് അറിയില്ല. എല്ലായിടും ഒരേപോലെ ഇരിക്കും. അങ്ങനെ കളർ ചെയ്ത് മാറ്റില്ല. ജോയിന്റ് കേടൊക്കെ വരപ്പില്ല. അവിടെ എല്ലാം ഇങ്ങനെ പശ വെച്ച് മാറ്റില്ല. ഇതൊക്കെ ജോയിൻ്റാണ് ഇവിടെ ഇതെല്ലാം ലൈൻ വരണം. അപ്പോൾ അവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും, ഒരു കുഴപ്പമില്ല. ഇത് പഠിക്കാം തൊഴിൽ മൊത്തത്തിൽ ഇത് വരും. 10-12 വർഷമെങ്കിലും ഇത് പോയാലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്ന് പുതിയ തലമുറയൊന്നും പഠിക്കാനില്ല. ഈ ഉള്ളവരാകുമ്പോഴേ ഇന്ന് ലാസ്റ്റ് ആകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. ഇതുകൊണ്ട് തന്നെ ഇന്ന് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ തൊഴിലൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ നിൽക്കുന്നു. നേരത്തെ പഠിച്ച ഒരുപാട് ഭയമാരി ഇത് മാറിപ്പോയിട്ടുണ്ട്. കാര്യം ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് സ്പീഡുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു ദിവസം ചെയ്യാൻ പറ്റും. സ്പീഡില്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ തന്നെ കടാൻ വീട് ചിലവിന് നടക്കില്ല. അങ്ങനെയുള്ള കാര്യം. പിന്നെ ഇതിൽ മാക്സിമം കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ഉള്ളവർ ഇങ്ങനെ പോകും. ഇദ്ദേഹത്തിന്റെ കൊത്തുപണികൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇപ്പോൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ വിഗ്രഹമാണ്. അതും കുമ്പിൾ തടിയിലാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കുഞ്ഞ് ഷെഡിലിരുന്നാണ് കേട്ടോ ഇദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യുന്നത്. മഴയായാലും വെയിലായാലും അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഫിനിഷ് ചെയ്തിട്ടേ അവിടെ നിന്ന് എഴുന്നേൽക്കൂ കേട്ടോ. കാരണം ഞങ്ങൾ പോയ സമയം നല്ല മഴയായിരുന്നു. എന്നിട്ടും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത്രയും ആത്മാർത്ഥമായും സൂക്ഷ്മമായുമാണ് കേട്ടോ അദ്ദേഹം ഓരോ വർക്കും ഓരോ രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഓരോ വിഗ്രഹങ്ങളും ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ തടിയിലുണ്ടാക്കിയ വിഗ്രഹങ്ങളും അത് നിർമ്മിച്ച അനിൽകുമാർ അങ്കിളിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.